ന്യൂസിലാൻഡിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപ അഡ്വാൻസ്, പിന്നെ അത് കഴിയുമ്പം ഒരു 3 മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കത് കഴിഞ്ഞ് ഇവരൊരു റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചു, ഇത് ഒറിജിനലാണോ ഫേക്കാണെങ്കിൽ ഞങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. അന്നേരം അവർ പറയുന്നത് നിങ്ങളുടെ വിസ വന്നിരിക്കുകയാണ്, നിങ്ങൾക്കത് ഞാൻ നാളെ ഇട്ട് തരാമെന്ന് പറയാം. എന്നിട്ട് ഞങ്ങൾക്ക് ഇട്ട് തരുന്നതെന്ന് വെച്ചാൽ ഒരു പേപ്പറാണ് ഇട്ട് തരുന്നത്, പക്ഷെ അത് ഫേക്കായിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ പറയുന്നുണ്ട് 4,50,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് കോളുകളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടിക്കറ്റ് ഓക്കെയാണ്, നിങ്ങൾക്ക് ഈ 1-ാം തീയതി പോകാം, 19-ാം തീയതി പോകാം, അങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഈ സിനോബ് എന്ന് പറയുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട് എന്നറിയുന്നത്. അവർ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി അവർ തിരിച്ചു വന്നു. ആളൂർ പോലീസ് സ്റ്റേഷനിൽ അവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, മനുഷ്യക്കടത്തിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുഖ്യധാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോബിൾ എന്ന് പറയുന്ന ആളാണ്. നോബിൾ എന്ന് പറയുന്ന ആളെ വിളിക്കുമ്പോൾ അവൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനോബ് എൻ്റെ ഈ ഫണ്ട് തന്നു, ആ ഫണ്ട് ഞാൻ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരാം, പക്ഷേ സിനോബ് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ ഒരു നിവൃത്തിയില്ലാണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്ന് എത്തപ്പെട്ടത്. പത്രസമ്മേളനം നടത്താം എന്നുള്ള ഇതിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടത് അതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങളെപ്പോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു 17 പെൺപിള്ളേരുണ്ട്. അത് കൂടാണ്ട് ഓരോരോ ബാച്ചുകളായിട്ട് ഇവർ തിരിച്ചിരിക്കുന്നത്. ഞങ്ങൾ 6,50,000 രൂപ കൊടുത്തു. പക്ഷേ സെക്കൻഡ് പാർട്ടി വന്നിരിക്കുന്നത് ഓരോ 1,00,000 രൂപ വീതം ഒരു 22 പേരുടെ കയ്യിൽ നിന്ന് ഇവർ മേടിച്ചിട്ടുണ്ട്. ഇവർ നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തേൻ്റെ ഒക്കെ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ ഇവർ ഗൂഗിൾ മീറ്റ് വഴി പറയുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതൊക്കെ ഫേക്കായിരുന്നു എന്നുള്ള കാര്യം. നമ്മൾ റീഫണ്ട് ചോദിച്ചു കഴിയുമ്പം നിങ്ങൾ വേണം നിയമപരമായിട്ട് മുമ്പോട്ട് പൊക്കോ, ഞാൻ നിയമപരമായിട്ട് നോക്കിക്കോളാം, കോടതിയിൽ ഞാൻ എൻ്റെ വക്കീലിനെ ഏർപ്പാട് ചെയ്തോളാം, എനിക്ക് പേടിക്കാനില്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഈ നോബിൾ എന്ന് പറയുന്ന ആൾ പറയുന്നത്. നോബിളിൻ്റെ പേര് നോബിൾ എന്ന് മാത്രമല്ല, അജി എന്നാണ് എല്ലാവരുടെ ഇടയിൽ അയാൾ അറിയപ്പെടുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഡയറക്ടറായിട്ട് ദുർഗ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കൂടിയുണ്ട്. അവളും കൂടിയാണ് ഇതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത്. ഗ്രീഷ്മ എന്ന് പറയുന്ന ആളായിരുന്നു HR മാനേജർ. അവർ വിളിച്ചിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾക്കിപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നാളെ ഒരാളും ഇങ്ങനെ പെടാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവരിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഈ പേരിൽ അല്ലെങ്കിൽ വേറൊരു പേരിൽ അവരൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യും. മുഖ്യധാരയായ നോബിൾ പുറത്തുള്ള കാലത്തോളം അവരൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു തുടങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു, നോബിൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ പത്രസമ്മേളനം നടത്താം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവർക്ക് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പേടിയായിട്ടാണ് അവർ വരാത്തത്. എല്ലാവരും അറിയൂലോ എന്നൊന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ ലോൺ എടുത്ത് കൊടുത്ത പൈസയാണ്. എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ പേടിയായിട്ട് ആരും വന്നില്ല. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമുക്ക് മാധ്യമം വഴി അത് പുറത്തറിയിക്കണം. ഓരോരുത്തർ നാളെ ഇനി ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ലിൻഡ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായി. അപ്പോൾ അവളിങ്ങനെ നോക്കിയപ്പോൾ ഇവർ പറഞ്ഞു റിപ്പോർട്ട് വരും, അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരുപാട് ഇഷ്യൂസ് വരും, എയർപോർട്ടിൽ പ്രശ്നം വരും, നിങ്ങൾക്ക് കയറി പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു ലിൻഡ എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു, അതിനകത്ത് ചെക്ക് ചെയ്തു എന്നും പറഞ്ഞ് ഞങ്ങളെ കുറേ പ്രാവശ്യമായിട്ട് കിടന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ചെക്ക് ചെയ്തേക്കുന്നത് കൊണ്ട് ലിൻഡയ്ക്ക് ഇപ്പം ആദ്യമായിട്ട് ലിൻഡേനെയാണ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. പക്ഷേ കുട്ടിക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല, ഇത് കുറേ പ്രാവശ്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകേണ്ടി ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് വരെ കൊടുത്ത് ഒരു എയർപോർട്ട് വരെ എത്തിയതാണ്. എയർപോർട്ടിൽ വന്ന് ടിക്കറ്റ് പോകാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ടിക്കറ്റ് ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് ടിക്കറ്റ് ഇവർ എടുത്തു കൊടുക്കുന്നുണ്ട്. എടുത്തു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനുശേഷം ഒരു വിതിൻ 24 അവരവരുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്താ അവർക്കൊരു 3,000-4,000 രൂപ നഷ്ടം വരുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു എയർപോർട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് അവർ ക്യാൻസൽ ചെയ്യുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലൂ മിസ്ട്രി കൺസൾട്ടൻസി, ബ്ലൂ മിസ്ട്രി ഇരിങ്ങാലക്കുടി ഉള്ളതാണ്. അവർക്ക് തന്നെ ട്രിവാൻഡ്രത്ത് ഓഫീസുണ്ട് കേട്ടോ. നമ്മളൊക്കെ ട്രിവാൻഡ്രം അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സിനോബ് ബാലകൃഷ്ണൻ, ദുർഗ ശശി. ഒരാൾ സിനോബ് ഇരിങ്ങാലക്കുടി ഉള്ളതാ, ദുർഗ കൊല്ലത്തുള്ളതാണ്.
നോബിള് സൈമൺ പുള്ളിയാണ് ഇതിന്റെ മെയിൻ ധാരാന്നുള്ള മീൻസ് ഈ സിനോബ് പറയുന്നത് നോബിളാണ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. ഈവൻ ഈ സിനോബ് എന്ന് പറയുന്നത് നമ്മൾ ആളെ ഒപ്പിച്ചു കൊടുക്കുന്ന ഒരു ഇടപാടായിട്ടാണ് അവൻ നിൽക്കുന്നത്. കാരണം നോബിളാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. അവനോടാണ് ചോദിക്കേണ്ടത്. ഈ ഞങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് നടത്തുകയും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതെല്ലാം ഈ നോബിൾ എന്ന് പറയുന്ന ആളായിരുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ റെഡിയാകും, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നതും എല്ലാം നോബിളായിരുന്നു. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ സിനോബ് പറയുന്നത് നോബിളാണ് ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്, നോബിളുമായിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു 3-4 പ്രാവശ്യം ഞങ്ങളെല്ലാവരുമായിട്ട് ഗൂഗിൾ മീറ്റും കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ ഭയങ്കര മിടുക്കനാണ്. കാരണം കാര്യങ്ങളെല്ലാം തന്മയത്തിൽ പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇപ്പോഴും അവൻ വിളിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ സിനോബ് ഇറങ്ങട്ടെ. സിനോബ് ഇപ്പോൾ ജയിലിലാണ്, അവൻ ഇറങ്ങട്ടെ. സിനോബ് ഇപ്പം ഈ കേസിൽ തന്നെ കുറേ പേര് കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവൻ അയർലൻഡിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് കൊണ്ടുപോയ കുറച്ച് പേരുടേതുണ്ട്. അവർ പിന്നെ അങ്ങനെ തിരിച്ചു വന്നത് ഈ ന്യൂസിലാൻഡ് തന്നെ വിസിറ്റിംഗ് വിസ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കുറച്ച് പേരെ കൊണ്ടുപോയായിരുന്നു. അവർ തിരിച്ചു വന്നവരുണ്ട്. അങ്ങനെ കുറച്ച് പേര് കേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേസിലാണ് ഇപ്പം അവൻ ജയിലിലായിരിക്കുന്നത്. അവനിപ്പോൾ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലുണ്ട്. പല സ്റ്റേഷനിലായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആളൂർ സ്റ്റേഷനിലാണ് മനുഷ്യക്കടത്തെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഡിസംബർ ലാസ്റ്റോടു കൂടിയാണ് പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ഞങ്ങൾ പല ഇതിൽ നിന്ന് വരുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതാത് സ്റ്റേഷൻ്റെ അണ്ടറിൽ കേസ് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേഷൻ്റെ അണ്ടറിലാണ് ഞങ്ങൾ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ പരാതി കൊടുത്തിട്ട്. വേണം, ടിക്കറ്റ് ഇപ്പോൾ തന്നെ എടുക്കും, ക്യാഷ് വേണമെന്ന് പറഞ്ഞ് എന്നോടും ഈ ചേച്ചിയോടും ടിക്കറ്റിൻ്റെ ക്യാഷ് വാങ്ങിയായിരുന്നു. ഒരു 1 lakh മേടിച്ചായിരുന്നു. അത് അവൻ്റെ ഈ നോബിളിൻ്റെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ അവൻ അതിൽ നിന്ന് എസ്കേപ്പ് ആവാനാന്ന് തോന്നുന്നു. സിനോബ് ജയിലിലേക്ക് ആയ സമയത്ത് അവൻ ഞങ്ങൾക്ക് ഈ ക്യാഷ് റിട്ടേൺ ചെയ്ത് തന്നായിരുന്നു. ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് ക്യാഷ് ഇതിങ്ങനെ ടിക്കറ്റിൻ്റെ പൈസ തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഞങ്ങൾ ഇട്ട് തരാമെന്ന് പറഞ്ഞ് ഒരു 50,000 ആയിട്ട് 2 പ്രാവശ്യമായിട്ട് ആ ക്യാഷ് ഞങ്ങൾക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. വേറെ കാര്യങ്ങൾ ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത്, നോബിള് ചോദിക്കുമ്പോൾ പറയുന്നത് സിനോബാണ് എനിക്ക് ക്യാഷ് തന്നത്, അപ്പോൾ എനിക്ക് സിനോബിനെ ഡയറക്റ്റ് ക്യാഷ് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവൻ ഇറങ്ങിക്കഴിയുമ്പോൾ അതൊരു പ്രശ്നമാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്യാഷ് തരാൻ വേണ്ടി പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. 6 ലക്ഷം രൂപ വെച്ച് ചിലരിൽ നിന്ന് 17 പേരിൽ നിന്ന് 6 ലക്ഷം രൂപ വെച്ച് 5.5 ലക്ഷം രൂപ വെച്ച് മേടിച്ചിട്ടുണ്ട്. 6 ലക്ഷം രൂപ വെച്ച് മേടിച്ചിട്ടുണ്ട്. 6 ലക്ഷം രൂപ വെച്ച് 5.5 ലക്ഷം രൂപ വെച്ച് അതുപോലെ തന്നെ 6 ലക്ഷം ഏകദേശം 1,80,00,000 രൂപയോളം മേടിച്ച് കഴിഞ്ഞു. ഏകദേശം ഒരു കാൽക്കുലേഷൻസ് വെച്ച് ഞങ്ങളെക്കാളും കൂടുതൽ എമൗണ്ട് കൊടുത്തവരുണ്ട്. 19 ലക്ഷം രൂപ വരെ കൊടുത്തവരുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ അതിൽ പോയത് ഇരിങ്ങാലക്കുടയിലായിരുന്നു. അവിടെ പക്ഷേ 5-6 സ്റ്റാഫെങ്കിലും ഉണ്ടായിരുന്നു. സിനോബ് കൂടാതെ ഒരു 5-6 ഗേൾസ് ഉണ്ടായിരുന്നു, സ്റ്റാഫായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ടിരുന്നത് ഗ്രീഷ്മയായിരുന്നു. അവളായിരുന്നു ഞങ്ങളെ വിളിക്കുകയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തിട്ടുണ്ട്. ഈ സിനോബ് എന്ന് പറയുന്നവൻ ജയിലിലായ പിന്നെ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. അവൾ സിനോവിൻ്റെ അച്ഛൻ്റെ നമ്പർ ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു എനിക്കിനിയിപ്പോൾ ഇതിനകത്ത് കാര്യമൊന്നുമില്ല, എന്നെ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ ഏൽപ്പിച്ചു, അത് ഞാൻ വിറ്റ് കഴിഞ്ഞു, ഇനി എനിക്കത് കൂടുതൽ അറിയത്തില്ലെന്ന്. അങ്ങനത്തെ ഒരു വാക്കാണ് അവൾ ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ടാണ് അവൾ ഞങ്ങൾക്ക് സിനോവിൻ്റെ അച്ഛൻ്റെ നമ്പർ തന്നത്. അയാൾ ഞങ്ങൾ കുറേ പ്രാവശ്യം വിളിക്കുകയും കാര്യം. അപ്പോൾ അയാൾ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ. പുള്ളി പറയുന്നു ഞാൻ എന്തോ ചെയ്യാനാണ്, എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാൾ കൈ എഴുകുക ചെയ്യുന്നത്. ഇപ്പോൾ ആ പ്രായമായ മനുഷ്യനോട് ഇപ്പോൾ മോൻ ചെയ്ത പ്രവർത്തിക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സാറേ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ട്, ഇന്നിപ്പം അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങി, അവർ പിന്നെയും വേറൊരു സ്ഥാപനം തുടങ്ങും. പക്ഷെ എക്കാലത്തേക്കും അവരെ പൂട്ടാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ട് അത് ചെയ്യും.